ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ഈ പഠനത്തിൽ നാം ഇന്ന് ചിന്തിപ്പാനൊക്കെ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ വേദപുസ്തകത്തിലുള്ളതായ വിശ്വാസത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതം തന്നെയും തിരുവചനത്തിൻ്റെ ഒരു നിറവേറലായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പല ഉദ്ധരണികളും പഴയ നിയമഭാഗത്തുനിന്ന് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. കാരണം യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെയും പഴയ നിയമത്തിലുള്ളതായ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. അത് പ്രത്യേകിച്ച് അവിടെ ഒരു കൊട്ടേഷൻ, അതായത് പഴയ ബൈബിളിലൊക്കെയും ആ പറയപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്ന് മീഖാ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 5:2. അത് ഉദ്ധരണിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നതായ ഉദ്ധരണിയും യെശയ്യാപ്രവചനത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെയും, ഈ ഉദ്ധരണികളൊക്കെയും എടുത്തു കാണിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പ്രവാചക നിവൃത്തിയായിരുന്നു. അതായത് നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങൾ പറയപ്പെട്ടതായ പല പ്രവചനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയതായിട്ട് കാണുവാനൊക്കെ സാധിക്കും. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഞാൻ ആദ്യം വായിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യമാണ്. അവിടെ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അതായത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു എങ്കിൽ അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ തിരുവെഴുത്തുകൾ എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല, പഴയ നിയമ പുസ്തകങ്ങളാണ്. അത് മോശയുടെ പുസ്തകങ്ങളുണ്ട്, നിയമപുസ്തകങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. ഇതൊക്കെയും നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യണം? നാം ശോധന ചെയ്യണം എന്ന് പറഞ്ഞാൽ പഠിക്കണം. അത് മനസ്സിലാക്കുമ്പോൾ കണിശമായിട്ടും ഇതൊക്കെയും യേശുവിനെ സാക്ഷീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. ഒരു പഴയ പുതിയ നിയമത്തിലുള്ളൊരു കഥ ഞാൻ പറയാനൊക്കെ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അതെ, ശിഷ്യന്മാർ വളരെയധികം പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഷാറ്ററിങ്, അല്ലെങ്കിൽ അവരെ തകർക്കുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം അതുവരെയും അവർ കരുതിയത്, അതായത് പലരുടെയും മനോഭാവം അതായിരുന്നു. എന്തായിരുന്നു? യേശുക്രിസ്തു രാജാവായിട്ട് വരും, അവിടെ അവർ മന്ത്രിമാരായിട്ട് എല്ലാവരും ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജകീയ ഭരണമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത്. അവിടെ റോമൻ പട്ടാളക്കാർ വന്നു, യേശുവിനെ പിടിച്ചു, കൊണ്ടുപോയി ക്രൂശിച്ച് വെച്ചു, തറച്ചു. അതിനുശേഷം കർത്താവിനെ അടക്കി, അതിനുശേഷം കർത്താവ് ഉയർത്തു. അപ്പോൾ ഇതൊക്കെയും കണ്ടപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവർ പല ഭാഗങ്ങളിലേക്കായിട്ട് പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നതായ കാര്യങ്ങൾ, അതായത് 2 ശിഷ്യന്മാർ അവർ എമ്മാവൂസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമായിരിക്കണം. അപ്പോൾ അവർ പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ്. എങ്കിലും 44 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവൻ പിന്നെ അവരോട്, ഇതാകുന്നു ഞങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത് യേശുക്രിസ്തു ഈ വ്യക്തികളോട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ നടന്നപ്പോൾ അവർ വളരെ പരിഭവം പറഞ്ഞു. അപ്പം എന്താണ് യേശുക്രിസ്തു ജിജ്ഞാസയോട് ചോദിച്ചു, നീ ഒന്നും അറിഞ്ഞില്ലയോ? അപ്പോൾ പറയാണ്, യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു അടക്കി. അപ്പോൾ ഇവിടെ അവരോട് പറയുന്നതായ കാര്യത്തെക്കുറിച്ച്, അതായത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് എല്ലാം വ്യാഖ്യാനിച്ചപ്പോൾ, എന്നാൽ ഇവർ യേശുക്രിസ്തു ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അതിനുശേഷം അവർ തുടർന്ന് പോയപ്പോൾ സന്ധ്യയായി, അതുകൊണ്ട് ഞങ്ങളോടൊന്ന് പാർക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒന്നിച്ചിരുന്നു. എന്നിട്ട് അവർ ആഹാരം കഴിക്കാൻ നിന്നു. എന്നിട്ട് അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി അവർ കൊടുത്തു. ഉടനെ തന്നെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെ അതുവരെയും അവരുടെ കണ്ണ് അടഞ്ഞിരുന്നു, മനസ്സിലായില്ല.
അപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ അവർ പറഞ്ഞത് യേശുക്രിസ്തു നമ്മുടെ കൂടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെയും ന്യായപ്രമാണത്തിലെയും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒക്കെയും നിവൃത്തിയായിരിക്കുന്നു. അപ്പോൾ മോശ മുതൽ അതായത് പഴയ പുസ്തകങ്ങളെ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിവിടെ എടുത്ത് പറയുന്നുണ്ട്? മോശയുടെ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചക പുസ്തകങ്ങളെയും സങ്കീർത്തനങ്ങളെക്കുറിച്ച് തന്നെ എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട്. പ്രത്യേകിച്ച് മോശ പറഞ്ഞതായ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ. അപ്പോൾ ഇതൊക്കെയും നാം കാണിക്കുന്ന മറ്റൊന്നുമല്ല, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, അതായത് 3 പേര്, അല്ലെങ്കിൽ 3 പേരെന്ന് പറയുന്നില്ല, രാജാക്കന്മാർ, 3 രാജാക്കന്മാർ കിഴക്ക് നിന്ന് വന്നു. അപ്പോൾ അവർ ഈ 3 പേരെന്നുള്ളവിടെ പറയുന്നെങ്കിലും അവർ കൊടുത്ത സമ്മാനങ്ങൾ പൊന്ന്, മൂര്, കുന്തിരിക്കം ഇതവർ പ്രസൻറ്റ് ചെയ്തു. അവരവനെ വണങ്ങി. ആ സംഭവം നിങ്ങൾക്കറിയാം അല്ലേ? അതായത് നിങ്ങൾ ബൈബിൾ വായിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ വേണം. എന്താണ് അവിടെ പറയുന്നത്? കർത്താവ് ജനിച്ചു, സ്വർഗത്തിൽ അല്ലെങ്കിൽ ആകാശത്ത് നക്ഷത്രം കണ്ടു, ഒരു വലിയ നക്ഷത്രം കണ്ടു. ഈ രാജാക്കന്മാർ അവരുടെ ദേശത്ത് നിന്ന് ഇവിടേക്ക് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിലേക്ക് വരുമ്പോൾ അവർ വന്നത് ആദ്യം എവിടെയാണ് വന്നത്? അവർ നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു, അവൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ ഹെരോദ രാജാവിന് എന്ത് അങ്കലാപ്പ് വന്നു. എന്താണ്? യേശുക്രിസ്തു ജനിച്ചെന്ന്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നത് എവിടെയാണ് അവർക്ക്? ഉടനെ തന്നെ ആരെ വിളിച്ചു? തൻ്റെ പഠിത്തക്കാരെ, പാണ്ഡിത്യമുള്ള പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയൊക്കെ വിളിച്ചു. അവരോട് ചോദിച്ചു എവിടെയാണ്. ഉടനെ അവർ പറഞ്ഞു, അവരുടനെ മീഖായുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്തു, ബെത്ലഹേമിലാണ്, ബെത്ലഹേം എഫ്രാത്തായിലാണ്. അത് പ്രവചനത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അത് നടന്ന സംഭവത്തെക്കുറിച്ച് വളരെ വിചിത്രമാണ്. ഉടനെ തന്നെ ഈ മനുഷ്യന്, അതായത് ആ അവിടെയുള്ള ദർബാർ, അല്ലെങ്കിൽ അവിടെയുള്ള രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ളവരെല്ലാം വിറച്ചു പോലും. പിന്നീട് എന്നിട്ട് പറഞ്ഞു, പിന്നെ രാജാവ് പറഞ്ഞു, നിങ്ങൾ പോയി യേശുവിനെ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ യേശുവിനെ കണ്ടതിന് ശേഷം എന്നോട് വിവരാധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി, അവർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ നക്ഷത്രം കണ്ടു. അവരതിനെ ഫോളോ ചെയ്തു. ബെത്ലഹേമിലുള്ളതായ ആ പുൽത്തൊട്ടിയിൽ യേശുക്രിസ്തു കിടക്കുന്ന കണ്ടു. അവനെ കണ്ട് അവനോട് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? പൊന്ന്, മുന്തിരിക്കം, മൂര്, പൊന്ന്, ഈ 3 വസ്തുക്കൾ അവിടെ സമർപ്പിച്ചിട്ട് അവർ തിരികെ പോകാനൊക്കെ പോയപ്പോൾ ദൈവത്തിന് പോലും പറഞ്ഞു, നിങ്ങൾ വന്ന വഴി പോകണ്ട, നിങ്ങൾ വേറെ വഴി പോയിക്കോളാൻ പറഞ്ഞു. വേറെ പോയി. അപ്പോൾ ഹെരോദ രാജാവ് ഇവർക്ക് വേണ്ടി കാത്തിരുന്നു. കാണാഞ്ഞുകൊണ്ട് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായിക്കൊണ്ട് എന്താണ് ചെയ്തത്? താൻ കോപിഷ്ഠനായി. ആ പ്രായത്തിൽ, അതായത് സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെ കൊല്ലുവാനൊക്കെ ഓർഡർ ഇട്ടു, കൽപ്പനയിട്ടു. അവരെ കൊല്ലുകയുണ്ടായി എന്നൊക്കെയും വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞതിൻ്റെ സാരം മറ്റൊന്നുമല്ല, ഈ രാജാക്കന്മാർ എങ്ങനെ ഇവിടെ വന്നു? അവർ ദൈവത്തിൻ്റെ വചനം പഠിച്ചു, മനസ്സിലാക്കി. അതായത് അതിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയത് ഒരു നക്ഷത്രം ഉദിക്കുമെന്നും അത് യേശുക്രിസ്തുവിൻ്റെ വരവ്, അതായത് യഹൂദന്മാരുടെ രാജാവിൻ്റെ ജനനത്തിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി അവർ വന്നു. അപ്പോൾ ഇത് എവിടെയാണ് നിവൃത്തിയായത്? അവർ ചെന്നത് ബെത്ലഹേമിലാണ്. അവിടെ ബെത്ലഹേം എഫ്രാത്തായിൽ ജനിക്കുമെന്ന് മീഖാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് നിവൃത്തിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, ഈ തിരുവചനം പലപ്പോഴും, അല്ലെങ്കിൽ പല ഭാഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നിവൃത്തിയായിട്ട്, അല്ലെങ്കിൽ നിറവേറുന്നതായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നാം ഇവിടെ പറയുമ്പോൾ വേദപുസ്തകത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ വായിച്ചല്ലോ. എന്തൊക്കെയാണ്? അതായത് മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും. അപ്പോൾ ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്, പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനത്തിൽ ധാരാളമായിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ പേര്, യേശു ഇവിടെ ജനിക്കും, ആരാണ് യേശുവിൻ്റെ അമ്മ, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ അറിവിനാണ്. അതായത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയായിട്ട് വന്നു. നാം സാധാരണ വായിക്കുന്ന ഒരു അധ്യായമാണല്ലോ, വായിക്കുന്ന ഒരു അധ്യായം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് യേശുക്രിസ്തു ആരായിരുന്നു? ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇത് യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം എന്തായിരുന്നു? ദൈവമായിരുന്നു. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ
വെളിച്ചമായിരുന്നു. അപ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നത് പ്രകാരമാണ്. ഇവിടെ പറയുന്നത്, വചനം ജഡമായിത്തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്, പിതാവിൻ്റെ തേജസ്, പിതാവിൻ്റെ ഏകജാതനായവൻ്റെ തേജസ് കണ്ടു. ഇവിടെ യേശുക്രിസ്തു വചനമായിരുന്നു, വചനം ജഡമായി തീർന്നു, ആ വചനം നമ്മളോട് പാർത്തു. അതാണല്ലോ ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്. അപ്പോൾ ഇത് സാക്ഷീകരിക്കുന്ന മറ്റൊന്നുമല്ല, യേശുക്രിസ്തു വചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തു വന്ന കാര്യത്തെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ നല്ലവനാകാൻ എന്ത് ചെയ്യണം? അപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതായ കാര്യം എന്താണ് പറയുന്നത്? നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:25. ലൂക്കോസിൻ്റെ സുവിശേഷം 10:25 വാക്ക് ഞാൻ വായിക്കുന്നു. അവിടെ പറയുന്നത്, അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവന് പരീക്ഷിച്ച് ചോദിച്ചു. യേശു അവനോട്, ന്യായപ്രമാണത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതെന്ന് നീ അങ്ങനെ വായിക്കുന്നു ചോദിച്ചതിന്. അപ്പം ന്യായപ്രമാണ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. എവിടെയാണ് ന്യായപ്രമാണം? പഴയ നിയമത്തിലുള്ളതാണ്. അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന്, അതുപോലെ എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഉത്തരം പറഞ്ഞു. ഇത് പഴയ നിയമത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അത് ഉദ്ധരിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നീ അവനോട് പറഞ്ഞ്, അവൻ അവനോട്, നീ പറഞ്ഞ് ശരി, അങ്ങനെ തന്നെ ചെയ്യുക എന്ന് എന്നാൽ നീ ജീവിക്കും. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി. യേശു ദൈവമാണ്. അതുപോലെ അതായത് ദൈവത്തെ എങ്ങനെ ചെയ്യണം? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അതുപോലെ നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നാം വളരെയധികം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾക്കുള്ള ആൾക്കാർ അതുപോലെ നാം എന്ത് ചെയ്യണം? നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും തിരുവചന നിവൃത്തിയാകുകയാണ്. അപ്പോൾ ആ നിവൃത്തി ഉണ്ടാകുമ്പോൾ കണിശമായിട്ടും അത് യേശുക്രിസ്തു പഠിപ്പിച്ചതായ കാര്യങ്ങൾ വേദ പുസ്തകത്തിൽ നിന്ന് ആകുന്നു എന്ന് നാം ഓർക്കണം. പിന്നെയും നാം താഴോട്ട് വായിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ അവിടെയും കർത്താവ് പറയുന്നതായ കാര്യത്തെയാണ് നാം കേന്ദ്രീകരിക്കേണ്ടത്. കർത്താവ് തിരുവനന്തപുരത്തുള്ള താല്പര്യങ്ങളാണ്. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിക്കാൻ തുടങ്ങി. 4:1 അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ ഇടയിൽ വന്നു കൂടുകൊണ്ട് അവൻ പടവിൽ കയറിയിരുന്ന് പുരുഷാരോഗ്യം കടലിനരികെ ആയിരുന്നു. പിന്നെ യേശു തുറന്നു താൻ പോയി. അവിടെ അടുത്ത വാക്യം ഞാൻ വായിക്കുന്നത് 28-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത്, Verily, I say unto you, all sins shall be forgiven you, the sons of men. Blasphemies, wheresoever they are blasphemy. അപ്പോൾ ഇവിടെ he shall blaspheme against Holy Ghost and never forgiven us, but is in a danger of eternal damnation. അതായത് നാം നമ്മുടെ പാപങ്ങൾ, അതായത് പരിശുദ്ധാത്മാവോട് ചെയ്യുന്ന പാപം എന്താണ്? ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ പാപത്തിൻ്റെ ദൈവത്തോട് നിരന്നു പോകാണ്ടൊക്കെ നാം എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം ഒന്നാണെന്ന് നമുക്കറിയാം. അതാണല്ലോ പറഞ്ഞത്, വചനം ജഡമായി തീർന്നു, വചനം നമ്മളോട് പാർത്തു, ആ യേശുക്രിസ്തു ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ 19-ാം സങ്കീർത്തനം അവിടെ നാം വായിക്കുന്നുണ്ട്. ഞാനത് എടുക്കുന്നില്ല. ആകാശം എന്ത് ചെയ്യുന്നു? ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതായത് നാം ഈ പ്രകൃതിയിൽ കാണുമ്പോൾ അനേക കാര്യങ്ങൾ, പ്രകൃതിയിലുള്ള അനേക കാര്യങ്ങളും ദൈവസ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നല്ല ഒരു പുഷ്പം കാണുമ്പോൾ, ഒരു പൂ കാണുമ്പോൾ അതിൻ്റെ ഭംഗി, അതിൻ്റെ മണം, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവസ്നേഹത്തെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമുക്കറിയാം, നാം ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടുകളിൽ അനേക ഫലവൃക്ഷങ്ങളുണ്ട്. ഈ ഫലവൃക്ഷങ്ങളൊക്കെയും അവർ തരുന്നതായ ഫലങ്ങൾ അതൊന്നും ഭക്ഷിക്കുന്നില്ല, പിന്നെയോ കൊടുക്കുകയാണ്, നൽകുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ കാണുന്ന എല്ലാം തന്നെയും നമുക്ക് നൽകുവാൻ വേണ്ടി,
അല്ലെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് അനേക നല്ല കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതി ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. ആകാശവിധാനം അവൻ്റെ കൈവേല പ്രസിദ്ധമാക്കുന്നു. ഓരോ പുല്ലിലും ഓരോ പൂവിലും ഓരോ ചെടിയിലും ഓരോ മരത്തിലും ദൈവസ്നേഹം ദർശിപ്പാനൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കണം. കാരണം ദൈവത്തിൻ്റെ പ്രകൃതി അതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി നമ്മൾ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ റോമാലേഖനം 1-ൽ വായിക്കുന്നത് മനുഷ്യൻ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇതൊക്കെയും കണ്ടില്ല എന്നടിക്കുന്നുണ്ട്. അത് അവർക്കൊരു ദോഷമായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം തൻ്റെ കാര്യങ്ങളൊക്കെയും നമ്മുടെ ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് വേണ്ടി എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 1-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഞാൻ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. റോമർ 1. അങ്ങനെ പറയുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനും രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ അത് രക്ഷപ്പെടുവാണ്ടൊക്കെ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുക, വിശ്വസിക്കുക. അതുപോലെ പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മെ മനസ്സിലാക്കുന്ന ദൈവസ്നേഹമാകുന്നു. അത് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം, ഈ തിരുവെഴുത്ത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിത്യജീവൻ തരികയാണ്. അപ്പോൾ അതുകൊണ്ട് നിത്യജീവൻ പ്രാപിപ്പാനൊക്കെ കൊണ്ട് ദൈവം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. ഇത് അനേക വചനങ്ങൾ, അതായത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. അത് ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കണം, എങ്കിലേ അത് മനസ്സിലാകുള്ളൂ. ഇനി അത് അവസാനമായിട്ട് കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഒരു വെളിപാട്. അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പ്രകാരമാണെന്ന് വായിക്കാം. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. എബ്രായ ലേഖനം 1. അവിടെ ഇപ്രകാരം ഞാൻ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരും മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവൻ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ ഈ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആരെ ഉപയോഗിച്ചു? യേശുക്രിസ്തുവിനെ ഉപയോഗിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താനതാ ചെയ്തത് ദൈവത്തിന് വെളിപ്പെടുത്തുമായിരുന്നു, അല്ല ദൈവത്തെ വെളിപ്പെടുത്തുമായിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താൻ എന്താണ് പ്രാർത്ഥിച്ചത്? തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, തനിക്ക് നൽകിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 17-ാമത്തെ അധ്യായത്തിൽ പ്രസക്തമായ 1-2 ഭാഗങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇവിടെ അവിടെ പറയുമ്പോൾ ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിൻ്റെ പുത്രനെ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിനും പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവന് നൽകിയിട്ടുള്ള അവൻ നിത്യജീവനെ അവൻ നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് നീ സകലയിടത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഏകസത്യമായ നിന്നെയും നിയമിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന് നമ്മളുടേതായ സ്നേഹത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിലൂടെ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിത്യജീവന് ഓഹരിക്കാരായി തീരുവാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് നാം എന്താണ് അതിനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുമ്പോൾ തിരുവചനത്തെ 2 ഭാഗമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്താണ് പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. അത് ആക്ച്വലായിട്ട് ഒരു നിയമം അല്ലെങ്കിൽ ഒരു കടപ്പാടല്ല, കൽപ്പനയായിട്ടല്ല പറയുന്നത്. തമിഴ് ഭാഷയിൽ പഠിക്കുമ്പോൾ അതായത് അതൊരു പഴയ നടപടിയായിട്ടും പുതിയ നടപടിയായിട്ടും കാണുവാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആ ഒരു നടപടി എന്നാണ്, അതായത് ദൈവം ചെയ്ത പഴയ നിയമകാലത്ത് ചെയ്തതും പുതിയ നിയമകാലത്തും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ടിയാണ്. അതായത് ഈ വേദപുസ്തകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നിത്യജീവന് വേണ്ടി ഉതകുന്നതാണ്. ഞാൻ ഒരു വാക്യം വായിച്ചു. അതായത് ഒരു ലോയർ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വചനം എന്ന് പറയുന്നു, നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, അതുപോലെ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അപ്പോൾ ഇതിൽ എന്താണ്? സകല ന്യായപ്രമാണം അടങ്ങിയിരിക്കുകയാണ്.
അതായത് ആദ്യത്തെ പുസ്തകങ്ങൾ 5 പുസ്തകങ്ങൾ പറയുന്നത് ന്യായപ്രമാണ പുസ്തകം, മോശയുടെ ന്യായപ്രമാണ പുസ്തകം, പിന്നീടുള്ള പ്രവാചക പുസ്തകങ്ങൾ, പിന്നീടുള്ള സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം ആരെ ചൂണ്ടിക്കാണിക്കുന്നു? യേശുക്രിസ്തുവിനെ. അപ്പോൾ ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കണിശമായിട്ടും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ അനുഭവ ജീവിതത്തിൽ, മാനസാന്തരപ്പെട്ട അനുഭവത്തിൽ പുതിയ ജീവൻ കൊണ്ട് അതായത് നിത്യജീവൻ പ്രാപിപ്പാനൊക്കെ ഇടയാക്കി തീരും. അതായത് ഈ ഭൂമിയിൽ നമുക്കറിയാം ദൈവത്തിൻ്റെ ഭക്തരുടെ ഇടയിൽ പല ചിന്താഗതികളുമുണ്ട്. ഏത് ചിന്താഗതിയാണ് ശരി എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, എൻ്റെ കടമയാണ്. അത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. അതെന്താണ് നാം ചെയ്യേണ്ടത്? ഈ ഒരു സഭാചരിത്രമുണ്ട്. അവിടെ യേശുക്രിസ്തുവിന് ശേഷം 12 ശിഷ്യന്മാരുണ്ടായി. 12 ശിഷ്യന്മാർ സുവിശേഷം എല്ലായിടത്തും ലോകത്തെമ്പാടും പരത്തി. അതിനുശേഷം സഭയ്ക്ക് വളരെയധികം പീഡയുണ്ടായി. ഇത് ഇച്ചിരി ചരിത്രം പറയാണ്. ആ പീഡയ്ക്ക് ശേഷം അതിന് ആദ്യം നേതൃത്വം കൊടുക്കുന്ന യഹൂദന്മാരായിരുന്നു, പിന്നീട് റോമക്കാരാണ് നേതൃത്വം കൊടുക്കൂ. അങ്ങനെ സഭ വളരെയധികമായി കഷ്ടപ്പെട്ടു. പിന്നീട് സഭയ്ക്കൊരു വലിയ മാറ്റം ഉണ്ടായി. എന്താണ്? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി മാനസാന്തരപ്പെടുകയും അങ്ങനെ ക്രിസ്ത്യാനിയായി തീരുകയും ചെയ്തു. അതോടുകൂടി ഒരു രാജകീയ മതമായിട്ട് മാറി. അതും മാറിയതിന് ശേഷം സഭ വളരുവാൻ തുടങ്ങി. അനേക പള്ളികൾ, ആലയങ്ങളും ഉണ്ടാകുവാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് സഭയിൽ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ളതായ പഠിപ്പിക്കലുകൾ അകത്ത് കയറി. അത് വചനവിരുദ്ധമായിട്ടും അല്ലെങ്കിൽ വചനത്തെ അനുകൂലമായിട്ടും ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് റോമൻ കത്തോലിക്ക സഭ അതിന് ഏറ്റവും ലീഡ് ചെയ്തത്. അല്ലെങ്കിൽ റോമിലുള്ളതായ സഭ ലീഡ് ചെയ്യും. അവർ ഒന്നടങ്കം ലോകത്തെമ്പാടുമുള്ള സഭകളെ ഭരിക്കുവാനൊക്കണം. അതായത് കത്തോലിക്ക സഭ അല്ലെങ്കിൽ പേപ്പസിയുടെ കീഴിൽ, പോപ്പിൻ്റെ കീഴിൽ ഇതൊക്കെ വന്നു. എന്നാൽ അതിന് എതിരായിട്ട് നിന്നതായ സംഭവങ്ങളുണ്ട്. അതായത് ഏകദേശം AD 1052 സഭ രണ്ടായിട്ട് പിരിഞ്ഞു. അതായത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്നും പറഞ്ഞു, കത്തോലിക്ക സഭയെന്നും പറഞ്ഞു. പിന്നെ അതിനുശേഷം കാലപ്പഴക്കം വന്ന് പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ഉണ്ടായതിൻ്റെ കാരണം അറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമാണ്. വചനം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് സഭയിൽ വളരെ മാറ്റം ഉണ്ടായത്. കേരളത്തിൽ തന്നെയും നമുക്കറിയാം, ഒരു കാലത്ത് ഇവിടെ യാക്കോബക്കാരല്ലേ ഓർത്തഡോക്സുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യാക്കോബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് മർത്തോമ സഭയുണ്ടായി. മർത്തോമ സഭയിൽ നിന്ന് പിന്നീട് പിരിഞ്ഞ് വേറെ പല സഭകളുണ്ടായി. ഇന്ന് ബന്ധുക്കോസ് അനേക സഭകളുണ്ട്. പക്ഷേ ഇതിൽ വാസ്തവമായുള്ള എന്താണെന്നത് പഠിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കണിശമായിട്ടും സത്യമേതാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരെ കൊണ്ട് ഇവിടെ ആവശ്യമാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനയും വേണം, അതുപോലെ യേശുവിൻ്റെ വിശ്വാസവും വേണം. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നീ വേദപുസ്തകത്തിൽ വിശ്വസിച്ചിരുന്നു. ആ യേശുവിനെ പിന്തുടരുക. തിരുവെഴുത്തുകളെ നിങ്ങൾ ശോധന ചെയ്യുക. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിരൂപിക്കുന്നുവല്ലോ. അതുകൊണ്ട് നന്നായി പഠിപ്പാൻ്റെ കൊണം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാവുന്നു. ഇതുവരെയും ഞങ്ങൾ കേട്ടതായ കാര്യങ്ങൾ ഞങ്ങളുടെ കർത്താവ് വചനത്തെ എത്രമാത്രം കരുതി വചനത്തിൽ നിവൃത്തിയായി തീർന്നു. ആ വചനം ഞങ്ങൾക്ക് പഠിക്കുവാനൊക്കെ നൽകിയിരിക്കുന്നു. അത് പഠിച്ച് മനസ്സിലായിക്കൊണ്ട് നിത്യരായതിന് ഓഹരിക്കാരായി തീരുവാനൊക്കണം. മാനസാന്തരത്തെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.